Hi guys, welcome back to my drama explainer. തന്നെ കംഫർട്ട് ചെയ്യുന്ന ദോങ്മാനോട് ഏറെ തന്റെ ഫീലിംഗ്സിനെ കുറിച്ച് പറയുന്നത് കാണിച്ചുകൊണ്ടായിരുന്നില്ലേ 7ാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. അതിനുശേഷം അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഏറാ, നീ ഇതുപോലെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് എന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്. നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അത് ഇതുപോലെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് ഒത്തിരി തവണ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ അത് കേട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഈ കൂളായിട്ടുള്ള ഒരു പെണ്ണൊന്നും അല്ല. ഞാൻ ഈ പട്ടിയെ പോലെയാ, കടിച്ചാ പിന്നെ വിടില്ല. ഞാൻ നിന്നെ ഇതുവരെ കടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കടിക്കാൻ പോകുവാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അവൾ തന്നോടുള്ള ഫീലിംഗ്സിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് ദോങ്മാന് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. കാരണം റിപ്ലൈ കൊടുക്കാൻ പറ്റിയ ഒരു ബോധത്തിലൊന്നും അല്ല അവനുള്ളത്. പോകുന്ന സമയത്ത് രണ്ടുപേരുടെയും നടുക്കായിട്ട് ബാഗ് വെച്ച് ഒരുപാട് ശ്രദ്ധയോടെയാണ് ഏറെ സ്കൂട്ടിയിൽ ഇരിക്കുന്നത് പോലും. ആക്ച്വലി ആ ഒരു സംസാരത്തിന് ശേഷം രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. സംസാരം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തോ കാര്യമായിട്ട് ഫോണിലുള്ളത് പോലെയാണ് രണ്ടുപേരും അവരുടെ ഫോണിലേക്ക് നോക്കി നടക്കുന്നത്. ഈ സമയത്ത് ദോങ്മാൻ ഏറെയോട് എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒഫീഷ്യലായിട്ട് ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുവാണ് എന്ന് പറയുന്നു. ഏറെ അത് കേൾക്കുന്നതും ദേഷ്യത്തില്, നീ ഇനിയും ഫൈറ്റ് ചെയ്യാൻ പോകുവാണോ? നിന്നോട് ഇനി ഫൈറ്റ് ചെയ്യാൻ പോകരുതെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ? ഇനിയും വല്ലവന്മാരുടെ കയ്യിൽ നിന്നും തല്ലും കിട്ടി ബെഡിൽ കിടക്കാൻ വേണ്ടിയാണോ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. ദോങ്മാൻ, ആഹാ, നീ ആദ്യത്തെ പോലെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയല്ലോ. നിനക്കൊരു കാര്യം അറിയോ? ഇതുപോലെ സംസാരിക്കുന്നതാണ് നിനക്ക് ഭംഗി. ദയവ് ചെയ്ത് മിണ്ടാണ്ടിരിക്കല്ലേ പ്ലീസ് എന്ന് പറയുന്നു. സത്യം പറഞ്ഞ ഏറെക്കായാലും ദോങ്മാനായാലും പരസ്പരം സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സമയത്താണ് സോളിയും ജൂമാനും അങ്ങോട്ടേക്ക് വരുന്നത്. അവര് വരുന്നതും ഇനിയും ഏറെയുടെ മുന്നിൽ കിടന്ന് ഉരുളണ്ടല്ലോ എന്ന് കരുതി ദോങ്മാൻ, നമ്മൾ ഫെന്റാസ്റ്റിക് ഫോറിലെ 4 പേര് ഇവിടെയുള്ള സ്ഥിതിക്ക് നമുക്ക് നല്ല ഡ്രിങ്ക്സ് കുടിക്കാൻ പോകാം, അടിപൊളി വൈൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ജൂമാനും സോളിയും തമ്മിലുള്ള പ്രശ്നം തീർന്നിട്ടില്ല കേട്ടോ. സോളി, ജൂമാൻ ഉണ്ടെങ്കിൽ ഞാനില്ല, നിങ്ങൾ കുടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ഇത് കണ്ട് ദോങ്മാൻ ജൂമാനോട്, ഇതെന്തു പറ്റി, നിങ്ങൾ അടിയുണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നു. അത് വിട്, അതൊക്കെ ഒരു വലിയ കഥയാ. അല്ല, നിങ്ങൾ ഓൾറെഡി കുടിച്ചിട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും ചുവന്നിരിക്കുന്നുണ്ടല്ലോ എന്ന് ജൂമാൻ ചോദിക്കുന്നു. ചുവപ്പോ? എന്ത് ചുവപ്പ്? നിനക്കെന്താ കണ്ണ് കാണുന്നില്ലേ? നിനക്ക് കളർ കണ്ടാ മനസ്സിലാവുന്നില്ലേ? ഇത് ചുവപ്പൊന്നും അല്ല എന്ന് ദോങ്മാൻ ചുമ്മാ കിടന്ന് ഒച്ചയിടുന്നത് കേട്ട്, നീ എന്തിനാടാ ഒരു കാര്യവും ഇല്ലാതെ അലറുന്നേ? എന്തോ എനിക്ക് നടിയുണ്ടാക്കാൻ ഒരു മൂടില്ല, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയി കുടിച്ചോ എന്ന് പറഞ്ഞ് ജൂമാൻ അവിടുന്ന് പോകുന്നു. ഇതിനു മുന്നേ ഏറെയും ദോങ്മാനും ഒരുപാട് തവണ ഒറ്റയ്ക്ക് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഒറ്റയ്ക്ക് ഡ്രിങ്ക് ചെയ്യേണ്ട കാര്യം കേൾക്കുന്നതും രണ്ടുപേരും കാട് കയറി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പൊ അവര് രണ്ടുപേരും റൂഫ് ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ദോങ്മാൻ, ഞാൻ നിന്നോട് കുറച്ചു നേരമായി ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. നീ ഈ സ്നേഹിക്കുന്ന ചെക്കന്മാരൊക്കെ റിലേഷനിലാവുന്നതിന് മുന്നേ കച്ചറകളായിരുന്നോ, അതോ റിലേഷനിലായതിനു ശേഷം കച്ചറകളായതാണോ? അല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നീ ഒരുത്തിനെ പ്രേമിച്ചു, അവൻ നിന്റെ ഫോണും തട്ടിപ്പറിച്ചു ഓടി, പിന്നെ അവന്റെ ഒരു വിവരവും ഇല്ല. അത് കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴോ അവൻ ആ സ്കൂളിൽ പഠിച്ച പയ്യനെ കാത്തറ. അത് കഴിഞ്ഞ് വേറൊരുത്തനെ ജഡ്ജ് ആവാൻ പഠിപ്പിച്ച് അവസാനം ഒരു റെസ്റ്റോറന്റ് ഓണറുടെ കൂടെ അവൻ നിന്നെ ചീറ്റ് ചെയ്തു. ഇപ്പൊ ആ ലിസ്റ്റിലേക്ക് മൂബിനും വന്നു. നീ ഇതുപോലെയുള്ള ഉളകളെ മാത്രം സെലക്ട് ചെയ്ത് പ്രേമിക്കുന്നതാണോ എന്നെല്ലാം ചോദിച്ച് ദോങ്മാൻ ഏറെ പ്രാന്താക്കുന്നുണ്ട്. വീണ്ടും അവൻ, ലിസ്റ്റ് ഇതോടുകൂടെ തീർന്നോ അതോ ഇനിയും ഉണ്ടോ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു. ഏറാ, കഴിഞ്ഞിട്ടില്ലടാ, ഒരുത്തം കൂടെ ഉണ്ട്. നീ എന്റെ ഫസ്റ്റ് ലവിന്റെ കാര്യം മറന്നുപോയി. അവൻ കാരണമാണ് എന്റെ ഈ കൈയിന് പണിയായത്. വർഷങ്ങളായിട്ടും എന്റെ ഈ കൈ എല്ലാ തണുപ്പ് കാലത്തും വേദന എടുക്കുന്നുണ്ട്. അത് അവൻ കാരണമാ എന്ന് പറയുന്നു. അതാരാണെന്ന് ദോങ്മാൻ അറിയാൻ പാടില്ല. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഏറയുടെ ഫസ്റ്റ് ലവ് ആരാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഏറയുടെ ഫസ്റ്റ് ലവ് ദോങ്മാൻ ആയിരുന്നു. എന്നാൽ ആ സമയത്ത് അവൻ ഹേറാനെ ഡേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അവരൊരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഹേറാനും ദോങ്മാനും തമ്മിൽ ആ സമയത്തും ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ദോങ്മാൻ 2 വർഷത്തെ മിലിറ്ററി സർവീസിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുവാണ്. അവൻ പോകുന്ന ദിവസം ഏറ ഇനിയിപ്പോ 2 കൊല്ലം കഴിഞ്ഞാലല്ലേ അവനെ കാണുള്ളൂ എന്ന് കരുതി അവന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫുഡും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുവാണ്. ഈ സമയത്ത് എപ്പോഴത്തെയും പോലെ ഹേറാൻ അവനെ ഒട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത് ഏറെ കാണുന്നുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല. ആ ഫുഡും കൊണ്ട് നേരെ അവന്റെ അടുത്തേക്ക് പോകുവാണ്. ദോങ്മാൻ ഉറങ്ങുമായിരിക്കും, ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി ഏറെ ഫുഡും ഫ്ലോറിൽ വെച്ച് അവിടുന്ന് തിരിച്ചു പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന ദോങ്മാൻ ഈ ഫുഡ് കാണുന്നുണ്ട്. കൂടെ തന്നെ അങ്ങോട്ടേക്ക് വരുന്ന ഹേറാനെയോ അവൻ കാണുന്നു. ഈ സമയത്ത് തനിക്ക് വേണ്ടി ഫുഡും പ്രിപ്പയർ ചെയ്ത് രാത്രി മുഴുവൻ ഹേറാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്നാണ് ദോങ്മാൻ തെറ്റിദ്ധരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഹേറാൻ ഇതുപോലെ തന്നെയാണ്. ബ്രേക്കപ്പ് ആവും, എന്നിട്ട് വീണ്ടും അവന്റെ അടുത്തേക്ക് തിരിച്ചു വരും. അവനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യും. ഇതൊന്നും മനസ്സിലാവാതെ ദോങ്മാൻ ഹേറാനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത്തവണയും അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ദോങ്മാൻ അവളെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന ഏറെ കാണുന്നതോ ഇവരുടെ കിസ്സിംഗ് സീനാണ്. അവള് വെപ്രാളത്തിൽ സ്റ്റെപ്പിൽ നിന്ന് കാലും സ്ലിപ്പായി താഴെ വീഴുന്നു. സൗണ്ട് കേട്ട് ഓടി വന്ന ദോങ്മാൻ കാര്യം എന്താന്ന് ചോദിക്കുന്നത് വേറെ, നിനക്ക് പോവാനുള്ള ടൈം ആയില്ലേ, പെട്ടെന്ന് പോവാൻ നോക്ക് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ദോങ്മാൻ മിലിറ്ററി സർവീസിന് പോകുവാണെന്ന് ഹേറാൻ അറിയുന്നത് പോലും. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, അവൾ അവളുടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ എങ്ങനെയാ നീ ഇല്ലാതെ ടൈം സ്പെൻഡ് ചെയ്യുക, എന്നെ കൊണ്ട് നീ ഇല്ലാതെ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അലമ്പാക്കുന്നുണ്ട്. ദോങ്മാനാണെങ്കിൽ അത് അഭിനയമാണെന്നും മനസ്സിലാവുന്നുമില്ല. ഏറെക്ക് നന്നായിട്ട് വിഷമം വരുന്നുണ്ട്. 2 വർഷം കാണാൻ കഴിയില്ലല്ലോ എന്ന് കരുതി അവള് കരയുന്നു. ദോങ്മാൻ വിചാരിക്കുന്നതാണെങ്കിൽ അവള് വീണത് കാരണം വേദന കൊണ്ട് കരയുവാണെന്ന്. എങ്കിലും അവള് കരയുന്നതിന്റെ കാരണം പോലും മര്യാദയ്ക്ക് മനസ്സിലാവാതെ ദോങ്മാൻ അവളെ സമാധാനപ്പെടുത്തി.
ഭയപ്പെടുത്തുന്നുണ്ട്. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഹെയറാൻ ഇനി എത്രയൊക്കെ ലവറാണെന്ന് പറഞ്ഞാലും ദോങ്മാനോട് ഏറെ പോലെ ക്ലോസ് ആയിരിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഹെയറാൻ അതിനുവേണ്ടി എത്ര ശ്രമിച്ചാലും നടക്കത്തുമില്ല. ഇതൊക്കെയായിരുന്നു പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് വീണ് കൈ വേദനയായതിനെ കുറിച്ചാണ് ഏറെ ഇപ്പോഴും പറയുന്നത്. എന്നാൽ ദോങ്മാൻ അത് മനസ്സിലാവുന്നുമില്ല. ഡ്രിങ്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിയതിനു ശേഷവും ദോങ്മാൻ ഈ കാര്യം തന്നെയാണ് ഓർക്കുന്നത്. എന്നാലും അവളുടെ ഫസ്റ്റ് ലവ് ആരായിരിക്കും? ഞാൻ അറിയാത്തൊരു ഫസ്റ്റ് ലവോ എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. ഏറെയാണേലോ ആ പൊട്ടൻ ഇതൊന്നും ഈ ജന്മത്ത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ദോങ്മാനെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ഫെന്റാസ്റ്റിക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഏറെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ദോങ്മാൻ രാവിലെ തന്നെ പെർഫ്യൂം അടിച്ചാണ് വന്നിട്ടുള്ളത്. ജൂമാൻ ആ സ്മെല്ല് കാരണം നീ എന്തുവാടെ പെർഫ്യൂമിലാണോ കുളിച്ചേ എന്ന് ദോങ്മാനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെയുടെ കാര്യവും മറിച്ചൊന്നുമല്ല, രാവിലെ പല്ല് പോലും തേക്കാതെയാണ് ലിപ്സ്റ്റിക് വിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുന്നത്. അതിനെക്കുറിച്ച് സോളിയും ചോദിക്കുന്നു. അത് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ദോങ്മാനും ഏറെയും തമ്മിൽ എന്നും തല്ലായിരിക്കും. എന്നാ ഇപ്പൊ സംസാരിക്കുന്നത് പോലും കുറവാണ്. രണ്ടുപേരുടെയും ബിഹേവിയറിൽ ആകമൊത്തം എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് സോളി ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെയും കാണുന്ന സമയത്ത് സംതിങ് ഫിഷി എന്ന ചിന്തയാണ് സോളിക്ക് വരുന്നത്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നാലുപേരും അവരുടെ വർക്കിന് പോകാറാണ് പതിവ്. സോളിയുടെയും ചൂമാന്റെയും കാര്യത്തിൽ പതിവ് തെറ്റുന്നില്ല. എന്നാൽ ഏറെയുടെയും ദോങ്മാന്റെയും കാര്യത്തിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഏറെയ്ക്ക് അവളുടെ ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂ വരാൻ പോകുവാണ്. അതിന് ഫോമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേണം. ദോങ്മാൻ വെറുതെ ഇരിക്കുവാണ്. സോ അവൾ ദോങ്മാനെയും കൂട്ടിയാണ് ഷോപ്പിങ്ങിന് വരുന്നത്. ഏറെ ഒരു ഡ്രസ്സ് ഇടും. അത് ദോങ്മാനോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ അത് ഓക്കെ ആണെന്ന് പറയും. ഏറെ ഏത് ഡ്രസ്സ് ഇട്ട് വന്നാലും ഓക്കെയാണ്, കൊള്ളാം, ഓക്കെയാണ്, കൊള്ളാം എന്നൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഉത്തരത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഏറെക്ക് ദേഷ്യം വന്ന്, നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് AC ഇരുന്ന് കാപ്പി കുടിക്കാൻ വേണ്ടിയാണെന്നാണോ നീ വിചാരിച്ചേ? ഏത് ഡ്രസ്സ് ഇട്ടാലും ഓക്കെയാണ്, 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 നിനക്ക് മര്യാദയ്ക്ക് ഒരു ആൻസർ പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നു. നിന്നെ എല്ലാ ഡ്രസ്സിലും കാണാൻ നല്ല ഭംഗിയുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എങ്ങനെ ചൂസ് ചെയ്യാനാ എന്ന് ചോദിച്ച് ദോങ്മാൻ അലറുവാണ് ചെയ്യുന്നത്. അവന്റെ അലർച്ച കേട്ട് ആ ഷോപ്പിലുള്ള എല്ലാവരും ചിരിക്കുന്നത് കേട്ട് ഏറെ ആകെ ചടച്ചു പോകുവാണ്. ഇപ്പൊ ഏറെ ദോങ്മാന്റെ കൂടെ ജിമ്മിലേക്ക് വന്നിരിക്കുവാണ്. ദോങ്മാൻ അവന്റെ സീനിയറിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏറെയാണേലോ ഈ സൂപ്പർവൈസറുടെ ഒക്കെ പോലെ ആ ബിൽഡിങ്ങിലുള്ള ഓരോ സാധനവും ചെക്ക് ചെയ്ത് നോക്കുവാണ്. എല്ലാം കാര്യമായിട്ട് തന്നെ വീക്ഷിക്കുന്നുണ്ട്. കോച്ചാണേലോ പേടിച്ചാണ് ഏറെയുടെ കൂടെ നടക്കുവല്ല പുറകെ നടക്കുന്നത്. കാരണം ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തിനാടാ നീ ഇങ്ങോട്ട് ഇവളെ വിളിച്ചുകൊണ്ട് വന്നേ എന്ന ഭാവത്തിൽ കോച്ച് ദോങ്മാനെ നോക്കുന്ന സമയത്ത് സത്യമായിട്ട് ഞാനും അവൾ ഇങ്ങോട്ട് വന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന രീതിയിലാണ് ദോങ്മാൻ കോച്ചിനെ നോക്കുന്നത്. ഏറെ സീരിയസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കോച്ച് സീരിയസ് ആയിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദോങ്മാനെ ഇഷ്ടമില്ലാത്തൊരു സീനിയർ ഉണ്ടായിരുന്നില്ലേ, അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദോങ്മാനെ പഞ്ച് ചെയ്യുന്നത്. ഇത് കാണുന്നതും കോച്ച് അവനോട്, നിങ്ങൾ രണ്ടുപേരും മാച്ചിൽ പങ്കെടുക്കാൻ പോകുക, അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഗ്ലൗസ് ഇട്ട് ദോങ്മാനെ പഞ്ച് ചെയ്ത് അവനെ നിങ്ങൾ സംഭവിച്ചാലോ, വല്ല പരിക്കും പറ്റി അവന് മാച്ചിൽ പങ്കെടുക്കാൻ പറ്റാതായാലോ, അവൻ നിന്നെ പഞ്ചിങ് ബാഗ് ആണെന്നാണോ നീ വിചാരിച്ചേക്കുന്നത് എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നു. ഈ പഞ്ച് പോലും താങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ ഇതിനെ ഫൈറ്റിൽ പങ്കെടുക്കാൻ പോകുന്നേ എന്നാണ് ഇത് കേട്ട് സീനിയർ ചോദിക്കുന്നു എന്ന് മാത്രമല്ല, വീണ്ടും കോച്ച് പറയുന്നത് കയറിയാതെ ദോങ്മാനെ ഇടിക്കുവാണ്. അവന് നന്നായി വേദന എടുക്കുന്നുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് ഏറെ കാണുകയും ചെയ്യുന്നുണ്ട്. കോച്ചിനെ കൊണ്ട് ആ സീനിയറെ തടയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നതും ഏറെ കളത്തിലേക്ക് ഇറങ്ങുവാണ്. അയ്യോ, ചേട്ടൻ എന്തൊരു ഹാൻഡ്സം ആണ്, ചേട്ടനെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരാളെ ഞാനിവിടെ കണ്ടിട്ട് പോലും ഇല്ല. അത് മാത്രമോ, എത്ര നന്നായിട്ടാ ചേട്ടൻ ഫൈറ്റ് ചെയ്യുന്നേ. ട്രെയിനിങ് ഒക്കെ എടുക്കുവാണെങ്കിൽ ചേട്ടന്റെ കയ്യിൽ നിന്ന് വേണം ട്രെയിനിങ് കിട്ടാൻ. എനിക്കും ഈ ഫൈറ്റിംഗ് പഠിക്കണമെന്ന് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ. എന്തെങ്കിലും ചെറുതായിട്ട് എനിക്ക് ചേട്ടൻ പഠിപ്പിച്ചു തരുമോ? ചേട്ടൻ അത്ര നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത് എന്നേറെ സീനിയറോട് ചോദിക്കുന്നു. സീനിയർ ആണെങ്കിൽ ഇത് കേൾക്കാൻ നിൽക്കുമായിരുന്നു. പിന്നെ എന്തിനാ മുത്തേ, ചേട്ടൻ പഠിപ്പിച്ചു തരാലോ എന്നാണ് അവളോട് പറയുന്നത്. കോച്ചിനും ദോങ്മാനും ഏറെ പെട്ടെന്ന് എന്തിനാ ഫൈറ്റ് പഠിക്കണം എന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവള് റിങ്ങിലേക്ക് കയറുന്നതും ദോങ്മാൻ, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ദയവ് ചെയ്ത് നമുക്ക് ആ പ്ലാൻ വേണ്ട, വിട്ടുകളാ എന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ ഏറെക്കാൾ ഉത്സാഹമാണ് സീനിയറിന്. ഇതൊന്നും ഒരു വിഷയമേ അല്ല, ഞാൻ നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ആഹ്ലാദത്തോടെ സേഫ്റ്റി മെഷേഴ്സ് അടക്കം വലിച്ചെറിയുന്നുണ്ട്. ഇപ്പൊ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. സീനിയർ, ഞാൻ നിനക്ക് സ്ലോ ആയിട്ട് മൂവ്സ് കാണിച്ചു തരാം, നീ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ എന്ന് പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഏറെയും സീരിയസ് ആയിട്ട് പഠിക്കുന്നത് പോലെ ആ മൂവ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ചാൻസ് കിട്ടുന്നതും സീനിയർ പ്രതീക്ഷിക്കാത്ത നേരത്ത് നല്ല ഫോഴ്സിൽ സ്പീഡിൽ സീനിയറിന്റെ മൂക്കിനിട്ട് പഞ്ച് ചെയ്യുവാണ്. ദോങ്മാനും അലറുന്നുണ്ട്, സീനിയറും അലറുന്നുണ്ട്. കോച്ച് ഇത് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ ഇത്ര ഫോഴ്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സീനിയറിന്റെ മൂക്കിനടക്കം ചോര വരുന്നുണ്ട്. അമ്മാതിരി കുത്താണ് ഏറെ കുത്തിയേക്കുന്നത്. ദേഷ്യത്തിൽ അവൻ ഏറെ അടിക്കാൻ വരുന്നതും ദോങ്മാനും കോച്ചും തടയുന്നു. നിനക്ക് നാണമില്ല, ഒരു പെണ്ണിനെയാണോ
അടിക്കാൻ പോകുന്നേ എന്ന് കോച്ച് ചോദിക്കുകയും ചെയ്യുന്നു. ദോങ്മാനെ അടിച്ചു എന്ന ഒരേ കാരണം കൊണ്ടാണ് ഏറെ ഇപ്പൊ സീനിയറിനായിട്ട് അമ്മാതിരി പണി കൊടുത്തത്. അതോർത്ത് അവൻ ഉള്ളിൽ ഒരുപാട് ഹാപ്പി ആവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതേ സമയം സോളിക്ക് നോർമൽ ആയിട്ട് ഇരിക്കാനേ പറ്റുന്നില്ല. ഓഫീസിൽ എത്തിയിട്ടും ജൂമാന്റെയും ഇന്റേണിന്റെയും കാര്യം തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഇവളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് കരുതി സോളി ഇന്റേണിന് കോഫി കുടിക്കാൻ വിളിക്കുന്നു. ആ സമയത്താണ് മനസ്സിലാവുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ ഒരേപോലെയാണ്. സോളിക്ക് പിങ്ക് കളറാണ് ഇഷ്ടം, ഇന്റേണിനും പിങ്ക് കളറാണ് ഇഷ്ടം. സോളിയെ പോലെ തന്നെ ഈ ഗേളും ഒരു ഇന്നസെന്റ് ക്യാരക്ടറാണ്. സാധാരണ പണക്കാരുടെ മക്കൾ റൂഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഇന്റേൺ റിച്ച് ആണേലും റൂഡ് അല്ല, ഒരു ജോളി ക്യാരക്ടറാണ്. സത്യത്തെ അടി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു സോളി അവളെ വിളിച്ചോണ്ട് വന്നത്. എന്നാ ഒരു ചേച്ചിയോട് എന്ന പോലെയാണ് അവള് സോളിയോട് സംസാരിക്കുന്നത്. ഇത്ര പ്യുവറായ ഒരാളെ എങ്ങനെയാ വേദനിപ്പിക്കുക എന്ന് ചിന്തിച്ച് താനും ജൂമാനും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് സോളി ആ ഇന്റേണിനോട് പറയുന്നില്ല. പതിയെ എല്ലാം ശരിയാവുമായിരിക്കും എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇവിടെ തക്സു ഇതേ സമയം വേറൊരു പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുവാണ്. അവൻ ആ ഫോറിൻ പ്ലെയറിനെ വിളിച്ചുകൊണ്ടുവന്നത് കാരണം തക്സുവിനെതിരെയുള്ള ന്യൂസ് വൈറൽ ആയിട്ടുണ്ടായിരുന്നല്ലോ. അത് മറയ്ക്കാൻ വേണ്ടി ഒരു റൂമർ സ്പ്രെഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി അവന് ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന ന്യൂസ് സ്പ്രെഡ് ചെയ്യാനായി ഫോട്ടോസ് എടുക്കുവാണ് ഇപ്പോ. അങ്ങനെ വരുമ്പോ പഴയ കാര്യം എല്ലാവരും മറക്കും. അതിനുവേണ്ടി തക്സുവിന്റെയും തക്സുവിന്റെ ഗേൾഫ്രണ്ടിന്റെയും ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നത് മാനേജറാണ്. ഇവിടെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ റൂഫ് ടോപ്പിലാണ്. ഏറെക്ക് നാളെയാണ് ഇന്റർവ്യൂ. അതിനുവേണ്ട റിഹേഴ്സൽ അവരുടെ മൂന്നുപേരുടെയും മുന്നിൽ നിന്നാണ് അവൾ ചെയ്യുന്നത്. അവളുടെ അനൗൺസ്മെന്റ് കഴിയുന്നതും എല്ലാവരും ക്ലാപ്പ് ചെയ്ത് എന്തായാലും നീ തന്നെയായിരിക്കും വിജയിക്കുക എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. ദോങ്മാനും നാളെ മാച്ച് ഉണ്ട്. 10 വർഷത്തിന് ശേഷം ഒരു ഫെയർ ആയ മാച്ച് അവന് നടക്കാൻ പോകുന്നത് നാളെയാണ്. ഇവര് രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുവാണെന്ന് കണ്ട് സോളി ഇമോഷണൽ ആവുകയാണ്. ജൂമാനും നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പോകുക. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ജലസ് ആണ് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ജൂമാനും സോളിയും അവരെ വിഷ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏറെ ഇന്റർവ്യൂവിന് വേണ്ടി പോകുവാണ്. പോകുന്നതിന് മുന്നേ ദോങ്മാനോട് ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ നിന്നെ കാണാൻ വല്ല ആനിമലിനെ പോലെയാണ് ഉണ്ടാവാറ്, എന്നാ ഇന്ന് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ദോങ്മാൻ എന്തോ പറയാൻ വരുന്നുണ്ട്. പക്ഷെ അത് അവനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഏറെയാണേൽ അവൻ പറയാൻ വരുന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില് പറ എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇത് കേട്ട് അവിടെ പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങിന്റെ ഓണർ വട്ടായി ചാടി എഴുന്നേറ്റ് നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്നാണ് അവൻ ഈ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരമായിട്ട് നിനക്കത് മനസ്സിലായില്ലേ എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ഏറെയോട് ചോദിക്കുന്നു. ഏറെ ആവട്ടെ ദോങ്മാൻ ആവട്ടെ രണ്ടുപേരും ഈ ബിൽഡിംഗ് ഓണറുടെ സർപ്രൈസ് വിസിറ്റ് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഏറെ ദോങ്മാന് വേണ്ടി ടാക്സിയും വിളിക്കുന്നുണ്ട്. അവന് ചെലവിന് വേണ്ട പണവും അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഈ പണം എന്തിനാ എനിക്ക് എന്ന് ദോങ്മാൻ ചോദിക്കുന്നു. ഇന്നു മുതൽ ഞാനാണ് നിന്റെ സ്പോൺസർ, നിനക്ക് എന്ത് വേണേലും ഞാനാണ് ചെയ്തു തരാൻ പോകുന്നത് എന്ന് ഏറെ പറയുന്നത് കേട്ട് ദോങ്മാൻ അത്ഭുതമാണ് തോന്നുന്നത്. അതെന്താ അങ്ങനെ? ഞാൻ സാധാരണ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ പെട്ടെന്ന് ഇപ്പൊ എന്താ എന്നെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹം എന്നവൻ ചോദിക്കുന്നു. കൂടെ അവൻ ഓക്കെ എന്നെ സ്പോൺസർ ചെയ്യുന്നതൊക്കെ ശരി, പക്ഷേ നീ തന്നെ മാച്ച് കാണാൻ വരുമോ എന്ന് ചോദിക്കുന്നു. അതിന് ഞാൻ ഒരിക്കലും വരില്ല, നീ അടി വാങ്ങുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ വരില്ല എന്നുള്ളതൊക്കെ ശരിയാ, പക്ഷെ നീ ജയിക്കാതെ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ഏറെ പറയുന്നു. ഇത് കേട്ട് ദോങ്മാൻ ചിരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഏറെ അവളുടെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. ഇതിൽ ഞാൻ തന്നെ ആയിരിക്കും വിന്നർ എന്നവൾ അവളോട് തന്നെ പോസിറ്റീവായി പറഞ്ഞാണ് അകത്തേക്ക് കയറുന്നത്. എന്നാൽ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആ പോസിറ്റിവിറ്റി ഇല്ലാതാകുവാണ്. ഒരുപാട് പേര് ഇന്റർവ്യൂവിന് പങ്കെടുക്കാനുണ്ട്. ഒത്തിരി പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കുന്നവരും ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒക്കെയാണ് ഏറെ അവിടുന്ന് കാണുന്നത്. ശരി, ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല, ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാം എന്ന് ചിന്തിച്ച് അവൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ ഇന്റർവ്യൂ ചെയ്യുന്നവരെ ഏറെയുടെ കൂടെയുള്ള രണ്ടുപേരോടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഏറെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. സോ ഏറെ തന്നെ അവരോട് എന്നോട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവോ എന്ന് ചോദിക്കുന്നു. അവരെല്ലാവരുടെയും റെസ്യൂം നോക്കിയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഏറെ അബ്രോഡ് പോയല്ല പഠിച്ചത്, മറ്റുള്ളവരെ പോലെ ഈ ഫീൽഡിലെ എക്സ്പീരിയൻസും ഇല്ല. ഒരു ഷോയിലും അവൾ MC ആയിട്ട് വർക്ക് ചെയ്തിട്ടും ഇല്ല. അതായത് ഏറെയുടെ റെസ്യൂം ബ്ലാങ്ക് ആണ്. ഇത്രയും കാലം നീ എന്തായിരുന്നു ചെയ്തേ എന്നാണ് ഇന്റർവ്യൂ ചെയ്യുന്നവരെ ഏറെയോട് ചോദിക്കുന്നത്. അതായത് ഏറെ അവിടെയുള്ള ബാക്കിയുള്ളവരെ പോലെ അല്ല. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാവർക്കും ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും ഉണ്ട്. മറ്റുള്ളവരെല്ലാം അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത സമയത്ത് ഏറെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനായി കിട്ടുന്ന ജോലി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ റെസ്യൂം ബ്ലാങ്ക് ആയതെന്ന് അർത്ഥം. അവസാനം അതൊരു കാരണമായി കാണിച്ച് ആ ഇന്റർവ്യൂവിൽ നിന്നും ഏറെ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇന്റർവ്യൂ കിട്ടുമെന്ന് അവൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായി പോയത്. ഇതാലോചിച്ച് അവൾ ഒരുപാട് കരയുന്നു. ഇതേ സമയം ഇവിടെ ജൂമാന്റെയും സോളിയുടെയും അവസ്ഥയും മോശമാണ്. അവരിപ്പോഴും വഴക്കിലാണ്. രണ്ടുപേരുടെയും പ്രശ്നം തീർന്നിട്ടില്ല. സത്യത്തിൽ ജൂമാനോട് സോളിക്ക് ദേഷ്യമല്ല ഉള്ളത്. എല്ലാ അർത്ഥത്തിലും ആ ഇന്റേൺ സോളിയേക്കാൾ ബെറ്റർ ആണ്. ക്യാരക്ടറും നല്ലതാണ്, നല്ല വിദ്യാഭ്യാസവും ഉണ്ട്, നല്ല ഫാമിലിയിൽ നിന്നുമാണ് വരുന്നതും. അതുകൊണ്ട് തന്നെ ജൂമാനെങ്ങാൻ ആ ഇന്റേണിനെ ഇഷ്ടമാകുമോ എന്ന പേടിയാണ് സോളിക്കുള്ളത്. സോളിയുടെ ടെൻഷൻ എന്താണെന്ന് ജൂമാനും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം സോളി ഒരുപാട് തവണ ചോദിച്ചിട്ടും മാരേജ് വേണ്ട എന്ന് പറഞ്ഞ് ജൂമാൻ തള്ളി മാറ്റുമായിരുന്നു. അവൻ തന്നെ ഇപ്പൊ സോളിയോട്
എനിക്ക് പ്രമോഷൻ കിട്ടിയ അടുത്ത ദിവസം തന്നെ നമ്മുടെ കല്യാണത്തിന്റെ കാര്യം വീട്ടുകാരോട് സംസാരിക്കാം എന്ന് പറയുമല്ല സോളിയോട് അത് പ്രോമിസ് ചെയ്യുന്നു. ഒരുപാട് കാലമായിട്ട് സോളി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു അത്. അവസാനം അത് നടക്കാൻ പോകുന്നതോർത്ത് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. ഇവിടെ ദോങ്മാൻ മാച്ചിന് റെഡി ആയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് വേറെയോ ഒരു പ്രശ്നം വരുവാണ്. ഇത് തക്സുവിന്റെ പണിയാണ്. അവസാന മിനിറ്റിൽ ഓപ്പോണന്റിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ദോങ്മാൻ ആരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടമില്ലാത്തൊരു സീനിയർ ഇല്ലേ, അവന്റെ കൂടെയാണ് ദോങ്മാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പണം കൊടുത്ത് തക്സു സീനിയറിന്റെ ഓപ്പോണന്റിനെയും ചേഞ്ച് ചെയ്തതായിരിക്കണം. ഈ കാര്യം കണ്ട് കോച്ച് ആ മാച്ച് ഓർഗനൈസ് ചെയ്യുന്നവരോട് ഇവര് രണ്ടുപേരും എന്റെ സ്റ്റുഡൻസ് ആണ്, അവര് തമ്മിലാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്റെ സ്റ്റുഡൻസിൽ തന്നെ ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും. ഇത് ഒരിക്കലും നല്ല കാര്യമല്ല. അത് മാത്രമല്ല ഒരാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന ദോങ്മാന്റെ ആദ്യത്തെ മാച്ചാണിത്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കെതിരെയാണോ നിങ്ങൾ ഒരു ന്യൂ കമ്മറിന് ഓപ്പോണന്റ് ആയി ഇട്ടേക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്ര നേരം ഒന്നും മിണ്ടാതെ ഒരുപാട് ആലോചിച്ചിരുന്ന ദോങ്മാൻ ഇപ്പൊ കോച്ചിനോട് ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ ഫൈറ്റ് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. ദോങ്മാന് പേടിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കോച്ചിന് നല്ല പേടിയുണ്ട്. അതിനെക്കുറിച്ച് അവർ രണ്ടുപേരും സംസാരിച്ചു വരുന്ന സമയത്താണ് തക്സുവിന്റെ കോച്ച് അവരുടെ അടുത്തേക്ക് വരുന്നത്. തക്സുവും അവന്റെ മാനേജറുമാണ് ദോങ്മാൻ നല്ലൊരു നിലയിലേക്ക് എത്തരുത്, ഇനിയും ഫൈറ്റ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവന്റെ കോച്ച് അതുപോലെയല്ല. ദോങ്മാൻ ഫൈറ്റ് ചെയ്യുന്നത് അവന്റെ കോച്ചിന് ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ സ്പെഷ്യൽ ടെക്നിക്കില്ലേ അതെനിക്ക് കാണണമെന്നുണ്ട് എന്ന് തക്സുവിന്റെ കോച്ച് ദോങ്മാനോട് പറയുന്നു. അവനാണെ അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ജൂമൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും ഹണിയെന്നും വിളിച്ചുകൊണ്ട് സോളിയും അവന്റെ പുറകെ വരുന്നു. എന്നാൽ അവര് രണ്ടുപേരും വന്ന് നിൽക്കുന്നത് ഇന്റേണിന് മുന്നിലേക്കാണ്. സോളിയും ജൂമാനും ഇന്റേണിനോട് ഒന്നും ചോദിക്കുന്നില്ല, ഷോക്കായി നിൽക്കുവാണ്. ഇന്റേൺ ആണേലോ അവരെക്കാൾ ഏറെ കിളി പോയ അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ ഇതേ സമയം ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ദോങ്മാന്റെ ഫൈറ്റ് കാണാൻ വേണ്ടി തക്സുവും അവന്റെ ഗേൾ ഫ്രണ്ടും അങ്ങോട്ടേക്ക് വരുന്നു. ഇതും ഒരു സ്ട്രാറ്റജിയാണ്. എല്ലാ മീഡിയാസും ഇവന്റെ നേരെ തിരിയാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി. എന്നാൽ തക്സു മാത്രമല്ല അങ്ങോട്ടേക്ക് വരുന്ന, ഹേറാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളൂടെ വരുന്നതും മീഡിയാസിന്റെ എണ്ണവും അവിടെ കൂടുവാണ്. ദോങ്മാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും വലിയൊരു സെലിബ്രിറ്റി അല്ലേ വന്നേക്കുന്നേ, പിന്നെ മീഡിയാസിന്റെ എണ്ണം കൂടാതിരിക്കില്ലല്ലോ. ഇപ്പൊ എന്തായാലും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് റൗണ്ട് ആണ്. എപ്പോഴത്തെയും പോലെ തന്നെ സീനിയർ ദോങ്മാനെ പൊതിരെ തല്ലുന്നുണ്ട്. കാരണം ഡെയിലി ദോങ്മാനെ വെച്ച് സീനിയർ ഇത് തന്നെയാണല്ലോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സീനിയറിന് ദോങ്മാനേക്കാൾ എക്സ്പീരിയൻസും ഉണ്ട്. ദോങ്മാൻ തോറ്റുപോകുമോ എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ദോങ്മാന്റെ സ്ട്രാറ്റജി ആയിരുന്നു. ആദ്യം ഓപ്പോണന്റിനെ മനസ്സിലാക്കുക, അതിനുശേഷം അറ്റാക്ക് ചെയ്യുക. ദോങ്മാൻ ഒരു സ്പെഷ്യൽ കിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് അവൻ യൂസ് ചെയ്യുന്നു. ഒരേ ഒരു അടി മാത്രം അടിക്കുന്നു, ദേ കിടക്കണു സീനിയർ താഴെ. ഫൈറ്റ് തുടങ്ങി 19 സെക്കൻഡിന്റെ ഉള്ളിൽ ഫൈറ്റ് തീരുകയും ചെയ്തു. അത് കാണുന്നതും കമന്ററി പറയുന്നവരും കാണികളും അവിടെ ഇരിക്കുന്ന എല്ലാവരും ഷോക്ക് ആവുകയാണ്. കാരണം ഇതാദ്യമായിട്ടാണ് 19 സെക്കൻഡിൽ ഒരു മാച്ച് അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഒരു ന്യൂ കമർ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളെ ഒരേ ഒരു അടിയിൽ നോക്കൌട്ട് ചെയ്തേ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ദോങ്മാൻ വിജയിച്ചത് കാണുമ്പോൾ കോച്ച് ഇമോഷണൽ ആവുകയാണ്. 10 വർഷത്തിന് മുന്നേ ദോങ്മാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അവന്റെ മൂവ്സിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാലോചിച്ച് കോച്ചിന് അത്ഭുതവും തോന്നുന്നുണ്ട്. ഇപ്പൊ മീഡിയ അവന്റെ പുറകെ വന്ന് നിങ്ങളെ കൊണ്ട് എങ്ങനെയാ ഇത്ര നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയേ എന്നതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ദോങ്മാനാണെ ഹേറാന്റെ നേരെയാണ് പോകുന്നത്. അവള് നന്നായി സ്മൈൽ ചെയ്ത് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവമേ, ഇവൻ പിന്നെ എന്താ ഇവളുടെ അടുത്തേക്ക് പോകുന്നത്? ഇവൻ പിന്നെ അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുവാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ദോങ്മാൻ ഹേറാന്റെ അടുത്തേക്കല്ല പോകുന്നത്. അവന്റെ റൂട്ട് മാറുന്നു, ഏറ്റവും ബാക്കിലേക്കാണ് പോകുന്നത്. അവിടെ ആരോ ക്യാപ്പ് ഒക്കെ ഇട്ട് തലയും താഴ്ത്തി ഇരിക്കുന്നുണ്ട്. അതാരാണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ ഏറയാണത്. ദോങ്മാൻ ആദ്യമായിട്ട് അടി വാങ്ങിയ സമയത്ത് തല കുനിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏറ ഇപ്പൊ ദോങ്മാൻ വന്ന് വിളിക്കുന്ന സമയത്താണ് തല ഉയർത്തുന്നത്. അവൻ ജയിച്ചതുപോലും അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവള്. ധൈര്യമായിട്ട് കണ്ണു തുറന്നു, ഞാൻ ജയിച്ചിട്ടുണ്ട് എന്ന് ദോങ്മാൻ പറയുന്നു. ഏറ, നീ എന്തിനാ ഈ വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ? നീ അടി വാങ്ങുന്നത് എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാ, നിനക്കിത് നിർത്താറായില്ലേ എന്ന് ചോദിച്ച് വീണ്ടും കരയുവാണ്. ഇത് കണ്ട് എന്റെ കാര്യത്തിൽ തീരുമാനമായും തോന്നുന്നു. സാധാരണ നീ കരയുമ്പോൾ നിന്നെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവാറില്ല, എന്നാ ഇന്ന് നീ കരയുന്നത് പോലും നല്ല ഭംഗിയുണ്ട് എന്ന് ദോങ്മാൻ പറയുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് തീരുവാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.